അഭിലാഷ് സർ, നമസ്കാരം. എൻ്റെ പേര് അൻവർ. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ സാറിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 10 വർഷത്തോളമായി ഷെയർ മാർക്കറ്റ് വാച്ച് ചെയ്യുകയും ചെറിയ രീതിയിൽ ട്രേഡൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുടക്കത്തിൽ ഇൻട്രാഡേ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയുള്ളത് കൊണ്ട് എപ്പോഴും മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കമോഡിറ്റിയിൽ ട്രേഡ് ചെയ്തു. അതാകുമ്പോൾ വൈകുന്നേരം ചെയ്യാം എന്നുള്ളൊരു സൗകര്യം വെച്ചിട്ട്. പക്ഷേ 2 സമയങ്ങളിലും ചെറിയ പ്രോഫിറ്റുകൾ കിട്ടിയിരുന്നുവെങ്കിലും കൂടുതലും നഷ്ടങ്ങളാണ് എനിക്ക് സംഭവിച്ചത്. അത് യൂട്യൂബിലൊക്കെ കിട്ടുന്ന റെക്കമെൻഡേഷനൊക്കെ നോക്കിയിട്ടാണ് ഷെയറുകൾ വാങ്ങുക. അതുപോലെ തന്നെ കമോഡിറ്റി ട്രേഡ് ചെയ്തതും റെക്കമെൻഡേഷനൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. പക്ഷേ അതൊന്നും നിലനിന്നില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് കഴിഞ്ഞ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പതിയെ പിൻവാങ്ങി, കൂടുതൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കുറേ നാൾ മാറി നിന്നു. പിന്നെ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് സാറിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത്. സാറിൻ്റെ യൂട്യൂബിലെ വീഡിയോകളൊക്കെ കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണെന്നും ആ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള അവലോകനങ്ങൾ വളരെ കൃത്യമാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സാറിൻ്റെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയും കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സ് ചെയ്യുന്നതിന് മുന്നേയും ചെയ്തതിന് ശേഷവുമുള്ള പ്രധാനപ്പെട്ട എനിക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ മുമ്പ് ഇൻട്രാഡേ ചെയ്തിരുന്ന സമയത്തും ആ സമയത്ത് ചില സ്റ്റോക്കുകളൊക്കെ വാങ്ങി ഞാൻ ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരല്പം മുകളിലേക്ക് പോയാൽ അത് എത്രത്തോളം മുകളിലേക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്ത് വരിക ചെയ്യും. അതുപോലെ സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ പാനിക്കായിട്ട് പെട്ടെന്ന് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വളരെ കോൺഫിഡൻ്റ് ആണ്. പ്രൈസ് മുകളിലേക്ക് പോയാൽ ആ പ്രൈസിനെ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിടുക, ആ ലെവലിലേക്ക് പോകുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. താഴെയാണ് വരുന്നതെങ്കിൽ പാനിക്കാവാതെ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും സാറ് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. രണ്ടാമത്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമയാണ് വേണ്ടത് എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപദേശം ആണ് സാർ തന്നിട്ടുള്ളത്. അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കാനും ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഈ കോഴ്സ് മൂലം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംശയം, നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ മാർക്കറ്റിൽ സംഭവിക്കുന്നു എന്നുള്ള ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് സംശയമല്ല, അത് ശരിയാണ് എന്നുള്ളത് സാറിൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ചെറിയ പരൽ മീനുകളാണ്, നമ്മുടെ പുറകിൽ വലിയ സ്രാവുകൾ നീന്തി തുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്രാവുകൾ നമ്മളെ വിഴുങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന സ്രാവുകളോടൊപ്പം നീന്തുക, അല്ലെങ്കിൽ സ്രാവുകളുടെ പുറകെ അവരുടെ അതേ ഡയറക്ഷനിൽ നീന്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി സാറ് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു കോഴ്സാണ് ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തത് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സാറിൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഈ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണോ, ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ പ്രയോജനമുണ്ടാവോ എന്നുള്ള ചിന്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാനത് ജോയിൻ ചെയ്ത എൻ്റെ അനുഭവം കൊണ്ട് തന്നെ പറയുകയാണ്, 100% ഉപകാരപ്രദമായിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാർ വളരെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്, ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അത് 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. ജീവിത സാഹചര്യങ്ങൾ തന്നെ അങ്ങനെ മാറ്റിക്കൊണ്ടുവന്നാലേ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവുകയുള്ളൂ. അതിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെയാണ് ഈ കോഴ്സിനകത്ത് പ്രതിപാദിക്കുന്നത്. പിന്നെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ പാരലലി അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്കെങ്കിലും അതിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഈ ഒരു കോഴ്സ് ചെയ്യാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഒരു അനുഗ്രഹം തന്നെ, എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളൊക്കെ ബ്ലെസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളൊക്കെ ബ്ലെസ്ഡ് തന്നെയാണ്. ഈ ഒരു കോഴ്സ് ഇത്രയും വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതൊരു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ തന്നെയാണ്. എന്തായാലും ഞാൻ ഈ കോഴ്സ് ചെയ്തതിൽ വളരെ സന്തോഷവാനാണ്.
ഇനിയും സാറിൻ്റെ കൂടുതൽ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എന്നെപ്പോലുള്ളവരെ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം സാർ, ദിൽഷാദാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു 5 കൊല്ലം കഴിഞ്ഞു. സാർ ഒരു ഹുണ്ടായിൻ്റെ കസ്റ്റമറും ഞാൻ ഹുണ്ടായി വയനാട് റീജിയൻ നോക്കുന്നൊരു ഹെഡും ആയിട്ട് ഉള്ളൊരു ബന്ധം, ഒരു കസ്റ്റമർ ഒരു സർവീസ് മാനേജർ ബന്ധം മാറി നല്ലൊരു റിലേഷനിലോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് 2023 ആഗസ്റ്റ് 6 എനിക്ക് സാറിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. രാവിലെ സൺഡേ വീട്ടിൽ ലീവുള്ള ദിവസം നേരം വൈകി എഴുന്നേറ്റ സമയത്ത് സാറിൻ്റെ മെസ്സേജ് വരുന്നു. ഒരു വീഡിയോ, യൂട്യൂബ് വീഡിയോ, ബാക്കിയുള്ള നമ്മൾ ചില കസ്റ്റമേഴ്സൊക്കെ അയക്കാറുണ്ട് ഇങ്ങനെ അവരുടെ മക്കളുടെയോ ഫാമിലിയുടെയോ ആരുടെയെങ്കിലൊക്കെ വീഡിയോ ഒന്ന് ബ്ലോഗൊക്കെ ചെയ്തൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു റാൻഡം വീഡിയോ ആയിരിക്കും കരുതിയത്. പക്ഷേ ആയിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറോണ ടൈമിൽ ലോക്ക്ഡൗണിൽ വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതും അതിലോട്ടേക്ക് യൂട്യൂബിലുള്ള ഫ്രീ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയതൊക്കെ ചെയ്ത് ചെറിയ ലാഭങ്ങൾ ഉണ്ടാക്കി, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി, പൈസ കൊടുത്ത് വലിയ വേറെ കോഴ്സുകളൊക്കെ ചേർന്നു. കുറേ ക്യാഷുകൾ അങ്ങനെ പോയി, കോഴ്സിൻ്റെ പൈസ പോയി, കുറച്ച് ലാഭം കിട്ടി. അവരുടെ ടിപ്പ് കിട്ടുമ്പോൾ കുറച്ച് ലാഭം കിട്ടും. ടിപ്പ് കിട്ടാണ്ട് സ്വന്തം അവർ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ ക്യാഷുകൾ പോകും. കാരണം കുറേ സ്ട്രാറ്റജികളുണ്ടായിരുന്നു അവരടുത്ത് ഞാൻ പഠിച്ച. ഇൻട്രാഡേ ആയിരുന്നു മെയിൻ, പിന്നെ ഫ്യൂച്ചർ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതൊന്നും ഒരു കോൺഫിഡൻസ് വരുന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. അവരുടെ പ്രഷറോ ഈ കോഴ്സിൻ്റെ പ്രഷറോ ബാക്കിയുള്ളവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ കോൺഫിഡൻസ് ഒരു അപകർഷബോധം തോന്നിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങും. നേരെ താഴോട്ട് പോവും, നല്ല പൈസകൾ പോയി. ആ ഒരു സമയത്താണ് എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലൈഫ് ഉണ്ടെന്ന് മനസ്സിലായി. ആ ഒരു സമയത്താണ് മുന്നോട്ട് വേറെ ഏതെങ്കിലും നല്ല കോഴ്സ് പഠിക്കണം എന്ന് തോന്നിയൊരു സമയത്ത് മാറ്റി ജോലി തിരക്കിനിടക്ക് മാറ്റി വരുന്ന സമയത്താണ് അഭിസാറിൻ്റെ മെസ്സേജ് വരുന്നത്, ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിഫറെൻ്റ് ആണ്. കാരണം കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടതിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് സംതിങ് ഡിഫറെൻറ്റ്, ഇത് നല്ലതാണ്, ഇതിലെന്തോ കാര്യമുണ്ട്. കാരണം സാറിൻ്റെ പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഇതിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിന് മുകളിൽ ഇതൊരു ബെറ്ററായി തോന്നി. അതിനുശേഷം ഞാൻ അഭിസാറായിട്ട് സംസാരിച്ചു. അതിൻ്റെ കോഴ്സിൻ്റെ വരുന്ന കോഴ്സുകളെ കുറിച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ വീഡിയോസിനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു യൂട്യൂബിൽ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഓരോന്നും കാണാനും അത് കാണാൻ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതിൽ ടിപ്പ് മാത്രമല്ല, നമുക്കത് പുതിയ ഈ രീതിയിലൊന്ന് കോഴ്സ് ഒരു കമ്പനി അനാലിസ് ചെയ്യുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആയിരുന്നു. ഇത്രമാത്രം ഇറങ്ങിച്ചെല്ലണം, ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആവുമെന്ന് എനിക്ക് മനസ്സിലായത് ഈ കോഴ്സിലൂടെയാണ്. അങ്ങനെയാണ് അഭിസാറിൻ്റെ കോഴ്സുകൾ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. അതിന് വെയിറ്റ് ചെയ്തു, അതിന് മെമ്പർഷിപ്പായി. ആ സമയത്ത് എമൗണ്ട് വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നിയിരുന്നു, എന്തിനാണ് അഭിസാർ എന്തായാലും ഇതിൽ നമ്മൾ മുടക്കുന്ന 10,000 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ അല്ല. എന്താണ് അഭിസാർ ഉദ്ദേശിക്കുന്നത്? ഒരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. സീരിയസ് ആയിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ട് അഭിസാർ തുടങ്ങിയൊരു കോഴ്സാണ്. 100% ഞങ്ങൾ ഹാപ്പിയാണ്. ഇതിൽ കുറേ ലാഭങ്ങളുണ്ട്. ഞാൻ മുടക്കിയ ഫീസിൻ്റെ 10 ഇരട്ടി ഞാൻ 23 ദിവസം കൊണ്ട് എനിക്ക് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ലൈഫിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും മാർക്കറ്റിനെ കുറിച്ചാണെങ്കിലും ഈവൻ ന്യൂസിനെ കുറിച്ചും നമ്മളെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും നമ്മൾ അവെയറാണ്. അത് സാറിൻ്റെ കോഴ്സിനെ കൊണ്ട് കിട്ടിയത്. എൻ്റെ ലൈഫിലും എൻ്റെ ഫിനാൻഷ്യൽ ലൈഫിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് ഈ കോഴ്സ് കൊണ്ട് വളരെ ഉപകാരം കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനത് കുറേ പേർക്ക് ഞാൻ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന കുറേ പേർക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. കാരണം നമ്മൾ അവരുടെ ലൈഫിൽ അഭിസാർ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ചസ്. നമസ്കാരം, എൻ്റെ പേര് ബാബു തോമസ്. ഞാനൊരു പ്രവാസിയാണ്. അതോടൊപ്പം കഴിഞ്ഞ 4 വർഷങ്ങളായി ചെറിയ തോതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തു വരുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നേ അഭിജിയുടെ ചില വീഡിയോസ് യൂട്യൂബിൽ കാണുവാനും തുടക്കം തന്നെ സാധാരണ യൂട്യൂബ് റിവ്യൂസിനേക്കാൾ ഉപരി വളരെ ആധികാരികമായും വളരെ ഡീപ്പായിട്ടുമുള്ള തൻ്റെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ അവതരണത്തോട് എനിക്ക് ഇഷ്ടം തോന്നുവാനും തൻ്റെ എല്ലാ വീഡിയോസും എനിക്ക് കാണുവാനും സാധിച്ചു. തന്മൂലം അത് ബാക്ക് ടെസ്റ്റ് ചെയ്യുവാനും വളരെ നല്ല രീതിയിൽ അതുമൂലം ഒരു പഠനം നടത്തുവാനും എനിക്ക് കഴിഞ്ഞു. തൻ്റെ സ്ട്രാറ്റജി എക്സ്പ്ലനേഷനേക്കാൾ ഉപരി ഒരു ട്രേഡ് എപ്പോൾ എടുക്കണം, എപ്പോൾ അതിൽ നിന്ന് ഇറങ്ങണം, വെൻ ടു എൻട്രി ആൻഡ് വാട്ട് ടൈം ടു എക്സിറ്റ് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ ഒരു സ്ട്രാറ്റജീൻ്റെ ബാക്കപ്പോടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന പ്രിയ അഭിജി സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് തൻ്റെ NRI ട്രേഡേഴ്സിൻ്റെ കോഴ്സിൽ പങ്കെടുക്കുവാനും സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സ്ട്രാറ്റജീസും
നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് പഠിക്കുവാനും സഹായിച്ചു. പ്രത്യേകിച്ച് തുടർന്നുള്ള ട്രേഡിങ്ങിൻ്റെ യാത്രയിൽ ഇത് വളരെയേറെ മുതൽക്കൂട്ടായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായും അറിയാം. ഒരു ട്രേഡറിനേക്കാൾ ഉപരി ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ്, അതുപോലെ മറ്റുള്ള നമ്മുടെ സ്വഭാവങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഉള്ള തൻ്റെ ഒരു ഇൻപുട്ട് എനിക്കും പേഴ്സണലായി അത് ഒത്തിരി ഉപകാരപ്പെട്ടു. തന്നോടൊപ്പം മലയാളികളുടെ ഒരു കൂട്ടായ്മ ട്രേഡിങ്ങിനോടനുബന്ധിച്ച് ട്രെയിനിങ് ചെയ്തു കൊണ്ടുവരുവാനുള്ള തൻ്റെ ആത്മാർത്ഥമായ ഈ ഒരു ഉദ്യമത്തെ തീർച്ചയായും ഞാൻ അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല തുടർന്നും തന്നെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലും അവരുടെ ഭാവിക്ക് ഉതകുന്ന രീതിയിലും പ്രയോജനപ്പെടുത്തുവാനായി ട്രെയിൻ ചെയ്യുവാൻ അഭിജിയെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം എല്ലാ ആശംസകളെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ അഭി സാറേ, നമസ്കാരം. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എൻ്റെ ഒരു കൊളീഗ്, പുള്ളിയാണെങ്കിൽ തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളിയാണ് എന്നെ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് പുള്ളി എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് പറയുന്നു. അപ്പം അപ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും ഒരു കോൺഫിഡൻസും ഇല്ല. മാത്രമല്ല പൊതുവെ ഉള്ള കേട്ടറിവും ഒക്കെ ഉള്ള വെച്ച് എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് പ്ലേസ് ആണ്. നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി കാര്യമായിട്ട് പഠിക്കാനോ ഒന്നും ശ്രമിച്ചില്ല നേരത്തെ തൊട്ട്. അപ്പം അങ്ങനെ ഇരിക്കാതെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് എപ്പോഴോ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഇതിലോട്ട് ഞാൻ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങി. അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോട്ട് ഓരോ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതോട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് എങ്ങനെ ഒരു കമ്പനിയെ നമുക്ക് വിലയിരുത്താവുന്നോ, എങ്ങനെ നമുക്കൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് എങ്ങനെ അനലൈസ് ചെയ്യാവുന്നോ, അതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഇപ്പം സാറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം അതായത് ഇപ്പോൾ എങ്ങനെ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ചെക്ക് ചെയ്യാവുന്നോ, എങ്ങനെ നല്ല കമ്പനീസിനെ നമ്മൾ സെലക്ട് ചെയ്യാവുന്നോ, എങ്ങനെ ലിസ്റ്റ് ചെയ്യാവുന്നോ, അതിനെപ്പറ്റി ഒന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കലാണ് സാറിൻ്റെ വീഡിയോ ഞാൻ യാദൃശ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നതും. അങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇപ്പം ഈ 2024 ഈ വർഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഫിനാൻഷ്യൽസ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് കുറേ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എടുക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. ഇപ്പം എങ്ങനെ ഫിനാൻഷ്യൽ ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, നല്ലൊരു കമ്പനിയാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ കുറച്ച് സ്ട്രാറ്റജീസൊക്കെ സാറിൻ്റെതായിട്ടുള്ള കുറേ സ്ട്രാറ്റജീസ് അതിനെപ്പറ്റിയൊക്കെ ഇപ്പം നല്ലതായിട്ടൊരു ധാരണ വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. വളരെ സന്തോഷം. അപ്പം സാറിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാറിന് കിട്ടിയ അറിവല്ല ഇതുപോലെ ഞങ്ങളെ പോലുള്ള സ്റ്റുഡൻസിന്, തുടക്കക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുന്നതിൽ ഒരുപാട് മെനി താങ്ക്സ്. പിന്നെ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ മുടക്കിയ പൈസ എന്തായാലും നിങ്ങൾക്കൊരു ട്രേഡിനുള്ളിൽ അല്ലെങ്കിൽ 2 ട്രേഡിനുള്ളിൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ അതോർത്ത് ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. താങ്ക് യു. Hello Abhilash, this is Kuttappan from Palakkad. I started learning about stock market 3-4 years back, primarily to supplement my interest income since I don't get a pension. I watched a few of the YouTube videos available in Malayalam
and also several Hindi and English YouTube channels provided by people from all over the country, I must say. Based on my learning, I started trading breakout stocks with a stop loss till I came across your YouTube videos. And after watching all those videos, it made me join your course immediately. I think I was one of the first few people who joined this course. And I went through all the learning material provided by you. The contents are absolutely, unimaginable. The way you teach, so simple, transparent, and the sincerity with which you teach is amazing. I would not have invested in stocks like 5 Paise or the India Bulls or even the Gland Pharma, but for your videos. I recommend that the lot of youngsters from Kerala should join this course who wanted to do, make a career in trading. Wishing you, Abhilash, and the family a very happy New Year. Thank you.